ഹലോ ഗായ്സ്. അപ്പം നമുക്ക് ഇവിടെ രാത്രി 7:50 അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു പ്രാങ്ക് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഈ നട്ടാപ്പാതിരക്ക് എന്ത് പ്രാങ്ക് എന്തുവാ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. ഇതങ്ങനെ പ്രാങ്ക് അല്ല, നാളെ വെച്ചാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ 3 ചേച്ചിമാരെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു ഐ ലവ് യു ഇങ്ങോട്ട് പറഞ്ഞാലൊന്ന്. അപ്പോൾ ഒന്നെങ്കിൽ തെറിയായിരിക്കും, കാരണം 3 സ്ഥലത്തായത് നമുക്ക് സമയവ്യത്യാസം ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ നല്ല തെറി കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്കിലും സാരമില്ല, നമുക്ക് നോക്കാം, തെറിയെങ്കിൽ തെറി. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വിളിക്കാൻ പോകുന്നത് എമിലിഡേനെയാണ്. നമുക്ക് ഇവിടെ കൂടി നോക്കാം. എമിലിഡേ, നീ ഉറങ്ങിയോ? എമിലിഡേ, ഐ ലവ് യു. ഇപ്പൊ എന്താ എനിക്കൊന്നും വേണ്ട, എനിക്കെന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അപ്പൊ ഒരാളുടെ റിയാക്ഷൻ അത് കിട്ടി. ഞാൻ നേരത്തെ പ്രതീക്ഷയാണ് ഞാൻ ഐ ലവ് യു പറയുമ്പോൾ എന്നോട് ചോദിക്കും, ഷുവറായിട്ട് ചോദിക്കും എന്ത് കാര്യസാധ്യത വേണ്ടിയിട്ടാണ്. നോ, കാരണം ഞാൻ അങ്ങനെ ഐ ലവ് യു എന്ന് വെറുതെ പറയുന്ന കൂട്ടത്തിലല്ല. നമുക്ക് അടുത്ത ആൾ വിളിച്ച് നോക്കാം ഗൈസ്. രണ്ടാമത്തെ ആൾ എടുത്തില്ല. ഐ തിങ്ക് അവൾ ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവൾ തിരിച്ചു വിളിക്കുവാണെങ്കിൽ നമുക്കിത് പറയാം. ഗായ്സ്, ബാക്കിയുള്ളവരെ നമുക്ക് അവരുടെ പാതിരാവിലെ വിളിക്കാം. ഇപ്പൊ സമയം അവിടുത്തെ ഇവിടുത്തെ വ്യത്യാസമായതുകൊണ്ട് നമുക്ക് എമിലിഡേനെ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് അവർ വിളിക്കുമ്പോൾ അവരുടെ ബാക്കി റിയാക്ഷൻ പറയാം. സോ സ്റ്റേ ട്യൂൺ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ രാത്രിയാണ് ചെയ്ത് വെച്ചത്. ഒരാളെ വിളിച്ചു വെച്ചു, ഒരു ചേച്ചീനെ. ഇത് നമുക്ക് 3 ചേച്ചീനെ വിളിക്കാം. നമ്മൾ ചേച്ചീനെ വിളിക്കാണ്ട് പോവാണ്. മിണ്ടല്ലേ, മിണ്ടല്ല ചേച്ചി. ഐ ലവ് യു. ഐ ലവ് യു പറഞ്ഞതാ. ഞാൻ വെറുതെ പറഞ്ഞ ചേച്ചിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ? ഞാൻ വെറുതെ പറഞ്ഞത് ഐ ലവ് യു എന്ന്. ഒരു ചലഞ്ചാ അങ്ങനെ വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണമെന്ന്. എന്റെ ഫോണില് ഇത് കുത്തിയിട്ടേക്കുവാ. തിരിച്ചും പറയാം ഐ ലവ് യു എന്ന്. അതാരോട്? ചേച്ചിക്ക് എന്നോട് പറഞ്ഞാണ്, ഞാൻ അനീത്തിയല്ലേ? എന്നോട് പറ. എന്നാ അനീത്തിയുടെ ലവ് ആവാ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ 2 ചേച്ചിമാരെ വിളിച്ച് ഐ ലവ് യു പറഞ്ഞു. നമ്മുടെ സെക്കൻഡ് സിസ്റ്ററെ മാത്രം വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് ഇന്നാണ് ഓഫ് വന്നപ്പോൾ നമുക്ക് അവളെ കൂടെ വിളിച്ച് നോക്കാം. എല്ലാവരും ഒറ്റ കാര്യം ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എന്ത് ഗൈസ് അത് വേണമുള്ളത്? ബിക്കോസ് ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ലേ. അവളെ വിളിച്ച് നോക്കാം ഗൈസ്. ഹലോ ഉണ്ണി, ഐ ലവ് യു ഡി. എടി, ഞാൻ ഐ ലവ് യു പറ, തിരിച്ച് ഐ ലവ് യു 2 പറയണം. എടി പപ്പയാണ് എന്നോട് പറ. ആ ശരി, എടുത്ത് പ്രാങ്കാ. നീ എന്തിങ്ങനെ പറഞ്ഞേ? ശരി. ആ